ഹായ്! എല്ലാവർക്കും ഷജീസ് വ്ലോഗ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ഡേ 25ാണല്ലേ ഉള്ളത്. ഇനി ആകെ 3 ദിവസം കൂടിയുള്ളൂ, ഇന്നത്തെ ദിവസം കൂടി കഴിഞ്ഞാൽ. ശരിക്കും ഡേ 1 മുതൽ ഡേ 24 വരെയും നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ 1 to 24 ഡൺ എന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ കൂടി അറിയിക്കുക. ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് അല്ലേ. ഓരോ ദിവസവും നമ്മൾ ഏതൊക്കെ രീതിയിൽ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളിൽ പോലും നമ്മൾ അത് കണ്ടെത്തി അതിന് നന്ദി പറഞ്ഞ് ശീലമാക്കുന്ന ആ ഒരു പ്രോസസ്സിംഗ് ആണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഇതിനോടകം തന്നെ നിങ്ങളുടെ ഹാബിറ്റ് ഫോം ചെയ്തിട്ടുണ്ടാകും. കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്തവർക്ക് അവർക്കിനി ആരും ഓർമ്മിപ്പിച്ച് കൊടുക്കേണ്ട കാര്യമില്ല, അവർ താനെ തന്നെ ചെയ്തോളും. കാരണം ആ പ്രാക്ടീസിനൊക്കെ അത്രത്തോളം തന്നെ വിലമതിക്കാനാവാത്ത അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിലുള്ള ഹാപ്പിനെസ് നമ്മൾ എത്ര വില കൊടുത്താലും നമുക്ക് അത് നേടിയെടുക്കാൻ പറ്റില്ല. അത് നമ്മുടെ ഉള്ളിൽ നിന്നും വരേണ്ടതാണല്ലേ. ശരിക്കും നമ്മൾ തന്നെ കണ്ടെത്തേണ്ട കാര്യമാണ്. അത് ആർക്കും ഫോഴ്സ്ഫുള്ളി ഒന്നും നമുക്ക് തരാൻ പറ്റിയ കാര്യമല്ല. നമുക്ക് കൊടുക്കാൻ പറ്റും ഹാപ്പിനെസ്, മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും പല രൂപത്തിലും. ഗ്രാറ്റിറ്റ്യൂഡിന്റെ രൂപത്തില്, സപ്പോർട്ട് ചെയ്യുന്നതിന്റെ രൂപത്തില്, നല്ലൊരു വാക്ക് പറയുന്നതിന്റെ രൂപത്തില് ഒക്കെ നമുക്ക് മറ്റുള്ളവരെ ഹാപ്പി ആക്കാൻ പറ്റും അല്ലെ. ഇന്നത്തെ മാജിക്കൽ പ്രാക്ടീസ് എന്ന് പറയുന്നത് ക്യൂ മാജിക് ആണ്. ക്യൂ ദ മാജിക്. ഓക്കെ, ഇപ്പൊ നമ്മൾ പലരും ഈ പ്രാക്ടീസ് ഒക്കെ തുടങ്ങി ചിലപ്പോൾ 1-2 ദിവസം ചെയ്തു, പിന്നെ അതെല്ലാം മുടങ്ങിപ്പോയി, പിന്നെ ആ ഒരു തോട്ടും പോയി, അതിനോടുള്ള ഇൻട്രസ്റ്റും പോയി. അവർക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം അവരുടെ മൈൻഡിൽ അത്രയും നെഗറ്റിവിറ്റി കിടക്കുന്നോണ്ടാണ് അവർക്ക് ഈ പ്രാക്ടീസും ഗ്രാറ്റിറ്റ്യൂഡും ഒന്നും പ്രാക്ടീസ് ചെയ്യാൻ പറ്റാത്തത്. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ മുടങ്ങി പോയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് ഒന്നിനും തന്നെ സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഒരു ഫ്ലോ കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണോ മുടങ്ങിയത് അവിടെ വെച്ച് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. തീർച്ചയായിട്ടും ഇതിന്റെ ബെനിഫിറ്റുകൾ എത്രമാത്രമാണെന്ന് അത് അനുഭവിച്ചറിയുന്നവർക്ക് മനസ്സിലാവും. എന്റെ ജീവിതത്തിൽ ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ തുടങ്ങിയതിൽ പിന്നെ ഉണ്ടായ നേട്ടങ്ങൾ അനവധിയാണ്. അതെന്റെ ക്ലാസ്സുകളിൽ ഞാൻ തീർച്ചയായിട്ടും വിശദീകരിക്കുന്നുണ്ട്. എല്ലാവർക്കും ഞാൻ എവിഡൻസ് സഹിതം കാണിച്ചു കൊടുക്കുന്നുമുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് അറിയാൻ മേലാത്തത് കൊണ്ടാണ്. നമ്മൾ ഇന്നത്തെ പ്രാക്ടീസിങ്ങിലൂടെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്, നമ്മളൊരു വ്യക്തിയുടെ ഉയർച്ചയിൽ ഒരു എക്സാമ്പിൾ, ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരു ATM-ൽ ഒരു ക്യൂ കാണുന്നുണ്ട്, നമ്മൾ പൈസ എടുക്കാൻ വേണ്ടി നിൽക്കുന്നത്. നമ്മുടെ മൈൻഡിൽ ഉണ്ടാവുന്ന ഫീലിംഗ് എന്താണ് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവുന്ന ഫീലിംഗ്? ഒരു നെഗറ്റീവ് ഫീലിംഗ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. ഞാൻ അതിവിടെ പറയുന്നില്ല. അത് നമ്മൾ പോസിറ്റീവ് ആക്കി എടുക്കുക. നമ്മൾ ആ ക്യൂവിനെ നോക്കിയിട്ട് താങ്ക് യു. നമ്മൾ ആ ക്യൂവിൽ നിന്ന് നമ്മളും പൈസ എടുക്കാൻ നിൽക്കുവാണ്, നമുക്കും ആ ഒരു ഭാഗ്യമുണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ അതിന് താങ്ക് യു പറയുക. എപ്പോഴും നമ്മുടെ പ്രപഞ്ചശക്തിയെ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് നമ്മൾ കാണുക. പ്രപഞ്ചശക്തി, നമ്മുടെ യൂണിവേഴ്സിനെ നമ്മളൊരു ബെസ്റ്റ് ഫ്രണ്ടായിട്ട് കാണുക. നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിനോട് നമ്മൾ എല്ലാം ഷെയർ ചെയ്യൂലേ, നമ്മുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും, നമ്മുടെ സന്തോഷങ്ങളും നമ്മുടെ ദുഃഖങ്ങളും, നമ്മുടെ പരാതിയും പരിഭവങ്ങളും എല്ലാം നമ്മൾ ഷെയർ ചെയ്യൂലേ. അതുപോലെ നമ്മുടെ യൂണിവേഴ്സിനോട് നമ്മൾ എല്ലാം ഷെയർ ചെയ്യുക. നമ്മൾ എല്ലാം ഷെയർ ചെയ്ത് നമ്മൾ എങ്ങനെയാ നമ്മൾ അവിടെ ടോക്ക് ചെയ്യുന്നത്, നമ്മുടെ ചിന്തകളിൽ കൂടി വേണം നമ്മളത് ടോക്ക് ചെയ്യാനായിട്ട്. നമ്മുടെ ജീവിതത്തിൽ നടക്കാനുള്ള ആഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ കണ്ടിന്യൂസ് നമ്മൾ യൂണിവേഴ്സിനോട് പറയുക. നമ്മുടെ പ്രപഞ്ചശക്തിയായ റബ്ബിനോട് നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾ കണ്ടിന്യൂസ് പറഞ്ഞുകൊണ്ടേയിരിക്കുക. ആ ഒരു തോട്ടുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും ആ സമയത്ത് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും നമ്മുടെ സന്തോഷങ്ങളും നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരു എന്താ പറയാനാ, നല്ലൊരു പോസിറ്റീവ് ഫീലിംഗ് ആക്കി മാറ്റി ആ പോസിറ്റീവ് തോട്ടിൽ ഇരുന്നുകൊണ്ട് നമ്മൾ യൂണിവേഴ്സിനോട് കൊടുക്കുവാണ്. അപ്പൊ അതിന് അർത്ഥം എന്ന് പറയുന്നത്, യൂണിവേഴ്സ് വന്നിട്ട് നമ്മളോട് നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, നിങ്ങളുടെ ആഗ്രഹം എന്താണ് എന്ന് ചോദിക്കുന്നല്ല. നമ്മുടെ മൈൻഡിൽ നിന്ന് നമ്മൾ ഇട്ടുകൊടുക്കുന്ന, നമ്മുടെ ആഗ്രഹങ്ങളിലേക്ക് എത്താനായിട്ട് നമ്മൾ ഇട്ടുകൊടുക്കുന്ന തോട്ട്, ആ തോട്ടിനാണ് നമ്മൾ നന്ദി പറയുന്നത്. തീർച്ചയായിട്ടും നമുക്കൊരു പോസിറ്റീവ് തോട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമ്മളിപ്പം റോഡിൽ കൂടെ നടന്നു പോവാണ്. ആ റോഡിൽ കൂടെ നടന്നു പോകുന്ന സമയത്ത് ഒരു വളരെ സ്ലിം ആയിട്ടുള്ള, അതായത് നല്ല ബോഡി ഷേപ്പുള്ള, നല്ല പെർഫെക്റ്റ്ലി ഹെൽത്തി ആയിട്ട് പോകുന്ന ഒരാളിനെ നമ്മൾ കാണുവാണ്, ഒരു പെൺകുട്ടീനെ നമ്മൾ കാണുവാണ്. അപ്പൊ നമ്മുടെ മൈൻഡിൽ എന്താണ് ഉണ്ടാവുന്നത്? ശരിക്കും നോർമലി ആയിട്ടുള്ള ഒരാൾ എന്താ തിങ്ക് ചെയ്യുന്നത്? ആ പെൺകുട്ടി എത്ര നല്ല ബ്യൂട്ടിഫുൾ ആണ്, എത്ര നല്ല സുന്ദരിയാണ്, എത്ര നല്ല ബോഡി ഷേപ്പാ, അല്ലെങ്കിൽ എത്ര സ്ലിം ആയിട്ടായിരിക്കുന്നത്, ഓ ഞാനെന്താ ഇങ്ങനെ ഇരിക്കുന്നേ,
അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കില്ലേ? പകരം നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നതിന് പകരം താങ്ക് യു, താങ്ക് യു, താങ്ക് യു, ആ കുട്ടിക്ക് അങ്ങനെ ഒരു ബോഡി ഷേപ്പ് കൊടുത്തതിന്, ആ കുട്ടിക്ക് എത്ര സൗന്ദര്യം കൊടുത്തിരിക്കുന്നതിന് നന്ദി റബ്ബേ. അങ്ങനെ നമ്മൾ ചിന്തിക്കുക. അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പം നമ്മുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യങ്ങൾ വരുവാണ്. നമുക്കും സ്ലിം ആവാനാണ് നമ്മളെ ഇഷ്ടമെങ്കിൽ നമ്മൾ അതിലേക്ക് ഫോക്കസ് ചെയ്യുവാണ്. നമുക്ക് ആ പോസിറ്റിവിറ്റി അവിടെ കിട്ടുവാണ്. ഇനി വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ഫാമിലി പോകുന്നത് നമ്മൾ കാണുവാണ്. വളരെ സന്തോഷകരമായിട്ട് കുട്ടികളും ഹസ്ബൻഡും വൈഫും ഒക്കെ ആയിട്ട് വളരെ സന്തോഷകരമായിട്ട് നല്ല ഹാപ്പി ആയിട്ട് അവരങ്ങോട്ട് പോവാണ്. അല്ലെങ്കിൽ തൊട്ടടുത്ത് അവർ ജീവിക്കുവാണ്. നമ്മുടെ മൈൻഡിൽ കൊടുക്കാനുള്ള തോട്ട്, ഓ താങ്ക് യു, താങ്ക് യു, താങ്ക് യു, അവർക്ക് അത്രയും നന്നായിട്ട് ജീവിക്കാൻ കഴിയുന്നുണ്ടല്ലോ, കുട്ടികളൊക്കെ എത്ര ഹാപ്പിയാണ്, ആ ഫാമിലിയൊക്കെ എത്ര സന്തോഷത്തിൽ ജീവിക്കുന്നു, പഠിച്ചവനെ നന്ദി, പ്രപഞ്ചശക്തി, യൂണിവേഴ്സ്, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, അതെനിക്ക് കാണാൻ പറ്റിയല്ലോ, അവർക്ക് ഇനിയും നല്ല ഹാപ്പിനെസ് കൊടുക്കട്ടെ, ഇനിയും നല്ല ഹാപ്പി ആയിട്ട് തന്നെ അവർ നടക്കട്ടെ എന്നുള്ള ആ ഒരു തോട്ട് നമ്മുടെ മൈൻഡിലേക്ക് നമ്മൾ കൊണ്ടുവന്നാൽ അവിടെ നമ്മൾ സക്സസ് ആയി. നാളെ നമ്മുടെ ലൈഫും അങ്ങനെ തന്നെ ആയിക്കോളും ഓട്ടോമാറ്റിക്കലി. ആ ഒരു എനർജിയാണ് നമ്മളിലേക്ക് വരുന്നത്. അതുപോലെ ഓരോ കാര്യങ്ങളും നമ്മൾ കാണുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ തീർച്ചയായിട്ടും അതിന് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു തോട്ട് നമ്മൾ കൊടുക്കരുത്. നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു തോട്ട് കൊടുത്തുകൊണ്ട് നമ്മുടെ ചിന്തകളെ അവിടെ നമ്മൾ പോസിറ്റീവ് ആക്കി വെക്കുക. ഓക്കെ, അപ്പം ഇന്നത്തെ ആക്ടിവിറ്റി ഇതാണ്. എല്ലാവരോടും നല്ല ഹാപ്പി ആയിട്ട് എല്ലാവരുടെയും നല്ല കാര്യങ്ങൾ അത് നമുക്ക് തന്നെ തരുന്ന ഒരു നല്ല ഹാപ്പിനെസ് ആയിട്ട് നമ്മൾ എടുക്കുക. അത് എൻജോയ് ചെയ്യാനുള്ള ഒരു മനസ്സ് കാണിക്കുക. ആ ഒരു അവസരങ്ങളെ നമ്മൾ ശരിക്കും നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ് ആക്കി നമ്മൾ മാറ്റിയെടുക്കുക. ഓക്കെ, അതാണ് ഇന്നത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എല്ലാവരും ഈ ആക്ടിവിറ്റി ചെയ്യുക. ഡേ 25 വരെ നമ്മൾ എത്തിയിട്ടുണ്ട്. ഈ ഡേ 25 വരെയും ചെയ്തിട്ടുള്ളവരെ നിങ്ങൾ കമന്റ് ബോക്സിലേക്ക് നിങ്ങൾ കമന്റ് ഇടുക. തീർച്ചയായിട്ടും ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും ഉണ്ടാവുക തന്നെ ചെയ്യും. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നാളെ ഡേ 26 ആണ്. ഡേ 26ലെ ആക്ടിവിറ്റിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.